നമസ്കാരം. ഇന്ത്യക്ക് ഇപ്പോൾ അമേരിക്ക ഇളവ് നൽകിയിരിക്കുകയാണ്. എന്തിനാണ്? ക്രൂഡ് ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട്. ഇന്ത്യ അമേരിക്കയുടെ അടിയറവ് പറയുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാരുടെയൊക്കെ അടിമകളായിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് വിശ്വാസം. നമ്മൾ എത്രാമത്തെ ശക്തിയാണെന്ന് പറയുന്നത്? ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് വളരുന്നു. നരേന്ദ്രമോദി ലോക നേതാവായിട്ട് വളരുന്നു. ആ ലോക നേതാവ് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയുള്ള ഒരു തെമ്മാടിയുടെ മുമ്പിൽ ഇത്രയും അപഹാസ്യനായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇളവ് മേടിക്കുന്നു പോലും. 1971 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കും. ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോഴത്തേനും അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്നും നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ഒരു കോള് വരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ആണ് വിളിക്കുന്നത്. അമേരിക്ക പറയുന്നു, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തേക്ക് അടുക്കുമെന്ന് പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് കപ്പൽപ്പടയെ വിടാതിരിക്കാം, പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിങ്ങളുടെ കപ്പൽപ്പട വന്നു കഴിഞ്ഞാൽ ആ കപ്പൽപ്പടയിലെ നാവികരും കപ്പലും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ ആർജവമുള്ള പ്രധാനമന്ത്രി ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്ക കാട്ടുന്ന തിട്ടൂരത്തിന് അതിന് പച്ചക്കൊടി കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോൾ കാണുന്ന ക്രൂഡ് ഓയിൽ പർച്ചേസിന് പോലും 30 ദിവസത്തെ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് ആഘോഷിക്കുന്ന കുറെ മാധ്യമങ്ങളും ഇവിടുത്തെ കുറെ അനുയായികളും. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ, അതായത് ഒരു കടൽ താണ്ടി കിലോമീറ്ററുകളോളം 10,000 കിലോമീറ്ററോളം അകൽച്ചയുള്ള രാജ്യത്തിരുന്ന് ഇന്ത്യയെ ഭരിക്കുവാനെന്ന് നോക്കി. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു. അത്തരത്തിൽ ആർജവമുള്ള പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ഏകദേശം 130ഓളം ഇറാൻ സൈനികർ അടങ്ങുന്ന ഒരു കപ്പൽ ഇന്ത്യയിലെത്തുകയും ഇന്ത്യ സന്ദർശിക്കുകയും നേവൽ ബേസ് അടക്കം സന്ദർശിക്കുകയും ചെയ്ത് തിരികെ മടങ്ങുമ്പോൾ അമേരിക്കൻ പട്ടാളം ആ കപ്പലിനെ ആക്രമിക്കുകയും സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു. ഒരു വാക്ക് പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ഖേദം പ്രകടിപ്പിക്കാൻ ഒരു പത്രക്കുറിപ്പ് പോലും എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമുണ്ട്. അതേപോലെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ അകത്തേക്ക് നുഴഞ്ഞു കയറി അവിടുത്തെ ഏറ്റവും വലിയ നേതാവിനെ വധിച്ച് എന്നിട്ട് പട്ടിക്ക് തുല്യമായിട്ടാണ് ആ മരണം എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ, അല്ലെങ്കിൽ ആ ട്രംപിനെ വിമർശിക്കേണ്ട, ആ ഒരു മരണത്തെ എങ്കിലും വളരെ ഖേദകരമായി എന്ന് നമ്മുടെ രാജ്യത്തിൽ നിന്ന് പറയാമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ കാണുന്നത് ഒരു ജനാധിപത്യ രാജ്യമായിട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്നെടുത്ത് നോക്കിയാൽ അഭിമാനത്തോടെ പറയാം നമ്മുടെ ഇന്ത്യയാണെന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ച കണ്ടിട്ട് വളരെ ഖേദകരമായി പോകുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഇതിനെയൊക്കെ അവർ വന്ന് തെറിയോ അല്ലെങ്കിൽ വിദ്വേഷകരമായിട്ടുള്ള വാക്കുകളോ പറയും എന്ന് കരുതി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്.